ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിൽ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും എടുത്ത വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പല സസ്യങ്ങളും വിത്ത് വിതരണത്തിനായി വ്യത്യസ്ത മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. പക്ഷികൾ പഴങ്ങൾ കൊത്തി മറ്റൊരിടത്തു നിന്നും നാം മാമ്പഴം കഴിച്ചതിനു ശേഷം മാങ്ങയണ്ടി വലിച്ചെറിയുന്നതും വിത്ത് വിതരണ രീതികൾക്ക് ഉദാഹരണങ്ങളാണ്. ചോദ്യം എ. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക. നമുക്ക് പട്ടികയിൽ തന്നിട്ടുള്ളത് സസ്യങ്ങൾ വിത്ത് വിതരണ രീതി എന്ന് 2 കോളങ്ങളാണ്. അവിടെ മുകളിൽ നമുക്ക് പ്ലാവ്, വെണ്ട എന്നീ സസ്യങ്ങളും പിന്നെ വിത്ത് വിതരണ രീതിയിൽ കാറ്റ് വഴി, ജന്തുക്കൾ വഴി, ജലം വഴി, പൊട്ടിത്തെറിച്ച് എന്നീ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാം? സസ്യങ്ങളിൽ ആദ്യം പ്ലാവിന്റെ വിത്ത് വിതരണ രീതി ജന്തുക്കൾ വഴിയാണ് കേട്ടോ. പിന്നെ വെണ്ടയുടെ വിത്ത് വിതരണ രീതി പൊട്ടിത്തെറിച്ചാണ്. ചോദ്യം ബി. താഴെ തന്നിരിക്കുന്ന വിത്തിനങ്ങളുടെ വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ കണ്ടെത്തി എഴുതുക. എ. അപ്പൂപ്പൻ താടിയുടെ വിത്ത് വിതരണ രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? കാറ്റ് വഴിയാണ് അല്ലേ വിത്ത് വിതരണം നടക്കുന്നത്. അപ്പോൾ അതിനുള്ള അനുകൂലനം എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. എന്താണ്? ഭാരം കുറവാണ്. വിത്തിന് നന്നേ ഭാരം കുറവാണ്. പിന്നെ അസ്ത്രപ്പുല്ലിൽ വിത്ത് വിതരണം നടക്കുന്നത്, അസ്ത്രപ്പുല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവുണ്ട്. കാറ്റ് വഴി തന്നെയാണ് വിത്ത് വിതരണം നടക്കുന്നത്. അതിന് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് അതിന്റെ അനുകൂലനമായിട്ട് പറയാൻ പറ്റുന്നത്. ചോദ്യം സി. താഴെ പറയുന്നവയിൽ ഏത് സസ്യമാണ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത്? ആറ്റുകൈത, അത്തിപ്പഴം, മാവ്, തെങ്ങ്. ഇതിൽ ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത് ആറ്റുകൈതയാണ്. അടുത്ത ചോദ്യം നോക്കൂ. സ്കൂളിലെ സയൻസ് ക്ലബ്ബ് നടപ്പാക്കിയ ഒരു കുട്ടിക്ക് ഒരു പച്ചക്കറി എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ നടത്തിയ സർവേയുടെ വിവരങ്ങളാണ് പട്ടികയിൽ നൽകിയിട്ടുള്ളത്. പട്ടിക വിശകലനം ചെയ്ത് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് 5 കുട്ടി കർഷകരാണ് ഉള്ളത്. വിത്തുകളുടെ പ്രത്യേകതകൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അവർ എങ്ങനെയൊക്കെയാണ് പരിപാലിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ ഈ സർവേ. അപ്പോൾ ആദ്യത്തേത് ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് മൂന്നാമത്തെയും 4മത്തെയും ആളുകൾ ചെയ്തിട്ടുണ്ട്. വളക്കൂറുള്ളതും വെള്ളം കെട്ടിക്കിടക്കാത്തതുമായ മണ്ണൊരുക്കിയിട്ടുണ്ട്. അത് 3മത്തെ ആൾ മാത്രം ചെയ്തിട്ടുള്ളൂ. പിന്നെ സസ്യങ്ങൾ അകലം പാലിച്ച് നട്ടിട്ടുണ്ട്. അത് 1മത്തെയും 3മത്തെയും 5മത്തെയും ആളുകൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമായ രീതിയിൽ നനയ്ക്കാറുണ്ട്. അത് 1മത്തെയും 3മത്തെയും 5മത്തെയും ആൾ ചെയ്തിട്ടുണ്ട്. ശരിയായ വളപ്രയോഗം നടത്തുന്നുണ്ട്. അത് 3മത്തെയും 4മത്തെയും ആളുകളാണ്. പിന്നെ കീടകള നിയന്ത്രണം നടത്തുന്നുണ്ട്. അത് 3മത്തെയും 5മത്തെയും ആളുകൾ ചെയ്യുന്നുണ്ട്. ഇനി ചോദ്യങ്ങൾ നോക്കൂ. ചോദ്യം എ. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പച്ചക്കറി കൃഷി നടത്തിയിരിക്കുന്നത് ഏത് കുട്ടി കർഷകനാണെന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 3മത്തെ കുട്ടിയാണ് കേട്ടോ. എല്ലാ കുളവും ശരിയാണ്. അപ്പം 3മത്തെ കുട്ടിയാണ്. ചോദ്യം ബി. ശാസ്ത്രീയമായ പച്ചക്കറി കൃഷി ചെയ്ത കർഷകനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതുക. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും, സാമ്പത്തിക അവസരം ഒരുക്കും, പോഷക ഗുണങ്ങളുള്ള ഭക്ഷണം കഴിക്കാം. ചോദ്യം സി. മെച്ചപ്പെട്ട വിളവ് ലഭിക്കാത്ത കുട്ടി കർഷകർക്ക് വിളവ് മെച്ചപ്പെട്ടതാക്കാൻ നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകാം? ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കുക, വളക്കൂറുള്ളതും വെള്ളം കെട്ടിക്കിടക്കാത്തതുമായ മണ്ണ് ഒരുക്കുക, സസ്യങ്ങൾ അകലം പാലിച്ച് നടുക, ആവശ്യമായ രീതിയിൽ നനയ്ക്കുക, ശരിയായ വളപ്രയോഗം നടത്തുക, കീടകള നിയന്ത്രണം നടത്തുക. ചോദ്യം 3. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കൂ. ചോദ്യം എ. ചിത്രത്തിൽ ABC അടയാളപ്പെടുത്തിയിരിക്കുന്നവ എന്തെന്ന് എഴുതുക. എ. ബീജമൂലം, ബി. ബീജപത്രം, സി. ബീജശീർഷം. ചോദ്യം ബി. സസ്യം വളരുമ്പോൾ ഇവയിൽ ഓരോ ഭാഗത്തിനും എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ബീജമൂലം വേരുപടലമാകുന്നു, ബീജശീർഷം കാണ്ഡമാവുന്നു, ബീജപത്രം ആദ്യത്തെ ഇലകൾ അഥവാ പ്രാഥമിക ഇലകളാവുന്നു. ചോദ്യം സി. താഴെ പറയുന്ന സസ്യങ്ങളെ ഉചിതമായ മാനദണ്ഡം അനുസരിച്ച് തരം തിരിച്ച് പട്ടികപ്പെടുത്തുക. നോക്കിക്കുക. നെല്ല്, മരച്ചീനി, ഇലമുളച്ചി, ശീമപ്ലാവ്, പയറ്, മുല്ല, കറിവേപ്പ്, നിലപ്പന എന്നീ സസ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി വിത്ത് മുളച്ചുണ്ടാവുന്നവ ഏതൊക്കെയാണ്? വിത്ത് മുളച്ചുണ്ടാവുന്നവ നെല്ല്, പയറ് എന്നിവ വിത്ത് മുളച്ചുണ്ടാവുന്നവയാണ്. അടുത്തത് നമുക്ക് ഇലമുളച്ചി എന്ന് തന്നിട്ടുണ്ട്. ഇലമുളച്ചി നമുക്കറിയാം ഇലയാണ്, ഇലമുളച്ചാണ് ഉണ്ടാവുന്നത്. അതിന് മറ്റൊരു ഉദാഹരണമാണ് നിലപ്പനയും ഇലമുളച്ചാണ് ഉണ്ടാവുന്നത്. അടുത്തത് നമുക്ക് മരച്ചീനി എന്നൊരു ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. മരച്ചീനി തണ്ട് മുളച്ചാണ് ഉണ്ടാവുന്നത്. അതിന് അതുപോലെ തണ്ട് മുളച്ചുണ്ടാവുന്ന മറ്റൊരു സസ്യമാണിത് കറിവേപ്പ്. അതിലുള്ള കറിവേപ്പ്. അവസാനത്തേത് വേര് മുളച്ചുണ്ടാവുന്നവ മുല്ല, ശീമപ്ലാവ് എന്നിവ വേര് മുളച്ചാണ് ഉണ്ടാവുന്നത്. അടുത്ത പ്രവർത്തനം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന പത്രവാർത്തകൾ ശ്രദ്ധിക്കൂ. അതിർത്തികൾ അടച്ചു,
തിരുവനന്തപുരം. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ കേരളത്തിലേക്കുള്ള അതിർത്തികൾ അടച്ചു. പച്ചക്കറി വരവ് നിലച്ചു. കാലവർഷക്കെടുതി. കാലവർഷക്കെടുതി കാരണം തമിഴ്നാട്ടിൽ വ്യാപക കൃഷിനാശം. വയൽ നികത്തൽ രൂക്ഷമാകുന്നു. കാർഷിക മേഖല പ്രതിസന്ധിയിൽ. ചോദ്യം എ. വാർത്തകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന 3 കണ്ടെത്തലുകൾ എഴുതുക. നമ്മൾ പച്ചക്കറികൾക്കും മറ്റുമായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. വയൽ നികത്തൽ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പത്രവാർത്തകൾ വായിച്ചാൽ മനസ്സിലാകാവുന്നതുള്ളൂ കേട്ടോ. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. 1. വയൽ നികത്താതിരിക്കുക. 2. അടുക്കളത്തോട്ടം നിർമ്മിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രയോഫില്ലം, ഉരുളക്കിഴങ്ങ് എന്നിവയിൽ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന രീതിയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ആദ്യത്തേത് ബ്രയോഫില്ലമാണ്, രണ്ടാമത്തേത് ഉരുളക്കിഴങ്ങാണ്. ചോദ്യം എ. ബ്രയോഫില്ലത്തിലും ഉരുളക്കിഴങ്ങിലും ഏത് സസ്യഭാഗങ്ങളിൽ നിന്നുമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? ബ്രയോഫില്ലത്തിൽ ഇലയിൽ നിന്നാണ് മുളയ്ക്കുന്നത്. ഉരുളക്കിഴങ്ങിൽ നമ്മുടെ കായിൽ നിന്നാണ് വരുന്നത്. ചോദ്യം ബി. താഴെ തന്നിരിക്കുന്നവയിൽ തണ്ടിൽ നിന്നും വിത്തിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്ന ഒരു സസ്യം ഏതാണ്? എ. മാവ്, ബി. മുല്ല, 3. മുരിങ്ങ, 4. റോസ്. ഇതിൽ തണ്ടിൽ നിന്നും വിത്തിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകുന്നത് മുരിങ്ങയിൽ നിന്നാണ്. അടുത്ത ചോദ്യം. ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ വിത്തിൽ നിന്നും സസ്യമായിട്ട് വരുന്ന സസ്യം ഉണ്ടാവുന്ന ഒരു രീതിയാണ് നമുക്ക് ചിത്രീകരിച്ച് തന്നിട്ടുള്ളത്. ചോദ്യം എ. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായി പുറത്തു വരുന്ന ഭാഗം ഏതാണ്? വേരാണ് ആദ്യം വരുന്ന ചെടിയുടെ ഭാഗം എന്ന് പറയുന്നത്. ചോദ്യം ബി. ബീജാങ്കുരണവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. വിത്തിൻ്റെ ഭാഗവും വിത്ത് മുളയ്ക്കുമ്പോൾ വരുന്ന മാറ്റവുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ പട്ടിക വേണം പൂർത്തിയാക്കാൻ കേട്ടോ. ബീജമൂലം വിത്ത് മുളയ്ക്കുമ്പോൾ വേരുപടലം രൂപപ്പെടുന്നു. ബീജശീർഷം തൈച്ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം നൽകുന്നു. ബീജപത്രം ചെടിയുടെ പ്രാഥമിക ഇലകളാവുന്നു. അടുത്ത പ്രവർത്തനം. നമുക്കിവിടെ മുരിങ്ങ വിത്തിൻ്റെയും എരുക്കിൻ്റെ വിത്തിൻ്റെയും ഫോട്ടോസ് തന്നിട്ടുണ്ട്. ചോദ്യം എ. വിത്ത് വിതരണത്തിന് സഹായകമായ അനുകൂലനങ്ങൾ എഴുതുക. മുരിങ്ങയുടെ വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ എന്ന് പറയുന്നത് ഭാരം കുറവ്, ചിറക് പോലെയുള്ള ഘടന. ഇത് രണ്ടുമാണ് വിത്തിനുള്ള പ്രത്യേകത. എരുക്കിൻ്റെ വിത്തിൻ്റെ പ്രത്യേകതകളോ? തോട് പിളരാനുള്ള കഴിവും ഒട്ടിപ്പിടിക്കാനുള്ള കഴിവുമാണ്. ചോദ്യം ബി. ഇവയിലെ വിത്ത് വിതരണ രീതി എഴുതുക. കാറ്റ് വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത്. ചോദ്യം സി. മറ്റു 2 വിത്ത് വിതരണ രീതികൾ ഏതെല്ലാമാണ്? ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിയിലൂടെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജലം വഴി, അതുപോലെ മനുഷ്യരുടെ സമ്പർക്കം വഴി. ഇതെല്ലാം എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. ആകാശ കാഴ്ചകൾ എന്നും മനുഷ്യരിൽ അത്ഭുതവും ആകാംക്ഷയും ഉളവാക്കുന്നവയാണ്. ചോദ്യം എ. ശുക്രന്റെ പ്രധാന സവിശേഷതകൾ ഉൾപ്പെടുത്തി തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയിരിക്കുന്നു. ഇതുപോലെ ഭൂമിയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. എന്തൊക്കെയാണ് ശുക്രന്റെ പ്രത്യേകതകൾ? ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം, ഉപഗ്രഹങ്ങളില്ല. ഇനി ഭൂമിയുടെയോ? മനുഷ്യവാസമുള്ള ഒരേ ഒരു ഗ്രഹമാണ്. ഉപഗ്രഹം ചന്ദ്രനാണ്. വെള്ളമുള്ള ഗ്രഹമാണ്. ചോദ്യം ബി. ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കാൻ വേണ്ട നിബന്ധനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വയം കത്തുന്നു, ഗോളാകൃതിയുണ്ട്, സൂര്യനെ വലം വയ്ക്കുന്നു, തനതായ ഭ്രമണപഥമുണ്ട്. ഇതിൽ നിബന്ധനയിൽ പെടാത്തത് ഏതാണ് മക്കളെ? സ്വയം കത്തുന്നു എന്നുള്ളതാണല്ലേ. അത് നക്ഷത്രത്തിന്റെ പ്രത്യേകതകളാണ്. ഗ്രഹത്തിന് ആ പ്രത്യേകത ഇല്ലെങ്കിലും എന്താണ്, പ്രശ്നമില്ല. ചോദ്യം സി. സൂര്യനിൽ നിന്നുള്ള അകലത്തെ അടിസ്ഥാനമാക്കി ഗ്രഹങ്ങളെ ക്രമീകരിച്ചാൽ അടുത്തായി വരുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാം? ബുധൻ ഭൂമി, വ്യാഴം ശനി, ശുക്രൻ വ്യാഴം, ശനി നെപ്റ്റ്യൂൺ. വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളാണ് അടുത്തടുത്തായി വരുന്നത് അല്ലേ. മറ്റൊരു ചോദ്യം നോക്കൂ. സൗരയൂഥത്തിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ നമുക്കൊരു പദസൂര്യനാക്കി തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കണം. സൗരയൂഥത്തിൽ എന്തൊക്കെയുണ്ട് മക്കളെ? ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്, അതുപോലെ മറ്റ് ആകാശഗോളങ്ങളുണ്ട്. അപ്പോൾ മക്കളെ, ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എക്സാമിന് വരുന്ന പോർഷൻസൊക്കെ. അത് നല്ലതുപോലെ പഠിക്കുക കേട്ടോ. അപ്പോൾ ശരി, നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. നിങ്ങൾക്ക് മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾ വേണമെങ്കിൽ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൽ എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പറുകൾ ലഭ്യമായിരിക്കും. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്